നമസ്കാരം. ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ളതും അതേസമയം ആരും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന അത്യപൂർവമായ സംപ്രേക്ഷണമാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. ഈ നിരീക്ഷണം എന്ന് പറയുമ്പോൾ അത് സത്യത്തിൻ്റെ നിരീക്ഷണമാണ്. സത്യത്തെ നിരീക്ഷിച്ചുകൊണ്ട്, യാഥാർത്ഥ്യത്തെ നിരീക്ഷിച്ചുകൊണ്ട് അത് പകർന്നു തരികയാണ് ചെയ്യുന്നത് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ. ഇന്ന് നമ്മൾ പറയുന്നത് ഭാരതമെന്ന ഏറ്റവും സമ്പന്നമായ രാജ്യത്തെക്കുറിച്ചാണ്. നമ്മളെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷനിൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഭാരതം സമ്പന്നമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് നമ്മളെ ഇത് പഠിപ്പിച്ചില്ല? എന്താണ് സമ്പത്ത്? മണിയാണോ? അല്ല, സമ്പത്ത് മണിയല്ല. മണി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഫേക്കാണ്. അടിസ്ഥാന രഹിതമായ തട്ടിപ്പാണ് മണി എന്ന് പറയുന്നത്. അത് ധനമല്ല, സമ്പത്തല്ല. ഭാരതീയർ സമ്പന്നരാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു രാജ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ കർമ്മശേഷിയുള്ള ജനതയാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പത്ത് ആ രാജ്യത്തിൻ്റെ കർമ്മശേഷിയുള്ള ജനതയാണ്. ഭാരതത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 145-നും 150-നും കോടിയുടെ ഉള്ളിലാണ്. എന്ന് വച്ചാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കർമ്മശേഷിയുള്ള മനുഷ്യർ ജീവിക്കുന്ന അതീവ സമ്പന്നമായ ദേശമാണ്, രാജ്യമാണ്, നാടാണ് ഭാരതം. നിങ്ങൾക്ക് സംശയം വരും, കാരണം ഇത് ആരും പറയുന്നില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ 10, 20, 22 വർഷം ലഭ്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ടെക്സ്റ്റ് ബുക്കിലും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഭാരതീയർ പിച്ചക്കാരാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവരുടെ സർഗാത്മകത, അവരുടെ സമ്പത്ത് അവർ തിരിച്ചറിയാതെ പോകുകയുള്ളൂ. ധനം, സമ്പത്ത് മണിയാണ് എന്ന തെറ്റിദ്ധാരണ വരുത്തിയാൽ മാത്രമേ സമ്പന്നനായ ഭാരതീയന് അവൻ്റെ സമ്പത്ത് കണ്ടെത്താൻ സാധിക്കാതെ ഇരിക്കുകയുള്ളൂ.
കർമ്മം ചെയ്യാൻ സാധ്യതയുള്ള കഴിവുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്. അപ്പോൾ ഒരു രാജ്യത്തെ സമ്പന്നമല്ലാതാക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണത്? ആളുകളെ കർമ്മം ചെയ്യാതെ നോക്കുക, ഉത്പാദനം നടത്താതെ നോക്കുക, അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഭാരതത്തിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച്, ഭാരതീയ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച്, ഭാരതത്തിൻ്റെ പരമ്പരാഗത വിധികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഭാരതീയർ സമ്പന്നരാകാതിരിക്കൂ. ഭാരതത്തിൻ്റെ ദേശങ്ങൾ നിങ്ങൾ നോക്കുക, ഭാരതത്തിൻ്റെ ഭൂപ്രകൃതി നിങ്ങൾ നോക്കുക. ലോകത്തുള്ള എല്ലാ കാലാവസ്ഥയും ഭാരതത്തിലുണ്ട്. നിലനിൽപ്പിൻ്റെതായ എല്ലാ ഐശ്വര്യങ്ങളും ഭാരതത്തിലുണ്ട്. ഈ ഭാരതഭൂമി പിന്നെ എങ്ങനെയാണ് സമ്പന്നമല്ല എന്ന് പറയുന്നത്? കർമ്മശേഷിയുള്ള യുവാക്കന്മാരാൽ നിറഞ്ഞതാണ് ഭാരതഭൂമി. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ജവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികരും, കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകരുമാണെന്നാണ്. തെറ്റി. ജവാൻ എന്ന് പറഞ്ഞാൽ യുവത്വം എന്നാണെന്നർത്ഥം. ജയ് ജവാൻ, കർമ്മശേഷിയുള്ളവരുടെ പ്രായമാണ് യുവത്വം. കർമ്മശേഷി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുവോ, 50 വയസ്സാണെങ്കിൽ അത് യുവത്വമാണ്, 80 വയസ്സാണെങ്കിൽ അത് യുവത്വമാണ്, 100 വയസ്സാണെങ്കിൽ അത് യുവത്വമാണ്. കർമ്മശേഷിയാണ് യുവത്വം. ജവാൻ എന്ന് പറഞ്ഞാൽ യുവജനതയെ, കർമ്മശേഷിയുള്ള യുവജനത്തെ സൂചിപ്പിക്കുന്നതാണ് ജവാൻ, സൈനികരല്ല. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകർ തന്നെയാണ്. അപ്പൊ ഈ കർഷകരെന്ന് പറയുന്നവർ കർമ്മം ചെയ്യുന്നവരാണ്, ഉത്പാദനം നടത്തുന്നവരാണ്, ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ജവാൻ എന്ന് പറയുന്നത് കർമ്മം ചെയ്യുന്നവരാണ്, ഉത്പാദനം നടത്തുന്നവരാണ്, ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും കർമ്മികളാണ്. ഈ കർമ്മത്തിൽ നിന്നാണ് ധനമുണ്ടാകുന്നത്, അത് മണിയല്ല. സമ്പത്ത് എന്ന് പറയുന്നത് ഭാരത ജനതയുടേതാകുമ്പോൾ, ഭാരത ജനത അവരുടെ പ്രകൃതിയിൽ നിന്ന് ഉത്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, കർഷകൻ കൃഷിയിലൂടെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും ജവാൻ എന്ന് പറയുന്ന യുവാക്കള് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന്, തൊഴിലുകളിൽ നിന്ന്, പരമ്പരാഗത രീതികളിൽ നിന്ന് ഉത്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഭാരതം സമ്പന്നമാണ്. കാരണം ഭാരതത്തിൻ്റെ ജനതയാണ് ഭാരതത്തിൻ്റെ സമ്പത്ത്. കർമ്മശേഷിയുള്ള ഒരു ജനതയാണ് ഭാരതത്തിൻ്റെ, 150 കോടിയോളം കർമ്മശേഷിയുള്ള ജനതയാണ് ഭാരതത്തിൻ്റെത്. നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇത്രയും കർമ്മശേഷിയുള്ള യുവജനത, ജവാൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഭാരതം സമ്പന്നമാണ്. വേറെ രീതിയിൽ നിങ്ങൾക്കിത് പറഞ്ഞുതരാം. ലോകത്തുള്ള എല്ലാ കള്ളക്കമ്പനികളും ഇവിടെയാണല്ലോ സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്നത്. ഭാരതം ദരിദ്രമാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മൊബൈല്, കാറ്, സൈക്കിള്, മോട്ടോർ സൈക്കിള്, എന്തൊക്കെ ഉപകരണങ്ങൾ, ഫാൻ, AC, കൂസി, ഏത് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എല്ലാതും ഇവിടെ കൊടുന്ന് ഇറക്കുന്നുണ്ട്. പെസ്റ്റിസൈഡ്, കുസ്റ്റിസൈഡ്, മെഡിസിൻ ഇവിടെ കൊടുന്ന് ഇറക്കുന്നുണ്ട്.
ഇതൊക്കെ അവരുടെ പ്രോഡക്ട്സ് ആണ്. നമുക്കറിയാം, ഇഡക്കേഷൻ, റിലൈജിയൻ, പൊളിറ്റിക്സ്, ഡെമോക്രസി, ഇതൊക്കെ അവരുടെ പ്രൊഡക്ട്സ് ആണ്, കള്ളന്മാരുടെ. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഇവര്. ഈ പ്രൊഡക്ട്സ് കൊണ്ട് അവരിവിടെ പ്ലാസ്റ്റിക്, ഫൈബർ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക്, ചില്ല്, ഉപകാരമില്ലാതെ പൊട്ടി കഴിഞ്ഞാൽ പൊട്ടി മനസ്സിലായിക്കോ, പൊട്ടി വഴി തെറ്റിക്കാന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഈ കള്ളന്മാർ ഇവിടെ കൊടുന്ന് ഇറക്കുന്നത് 5 പൈസയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഭാരത ഭൂമിയിലെ ഭാരതീയരുടെ കയ്യിൽ ധനമുണ്ട്. ഈ ധനമാണ് കൊള്ളയടിക്കപ്പെടുന്നത്. എന്തൊക്കെ കാണുന്നിട്ട്? പ്ലാസ്റ്റിക്, ഫൈബർ, ഗ്ലാസ്, ഒരു ഉപയോഗവുമില്ലാത്ത, അതില്ലെങ്കിൽ സുഖമായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നിട്ടാണ് നമ്മളെ ഇവർ കൊള്ളയടിക്കുന്നത്. എയർ ടൈം തന്നിട്ട് കൊള്ളയടിക്കുന്നില്ലേ നിങ്ങളുടെ മൊബൈൽ എന്ന് പറഞ്ഞിട്ട്? എന്തുകൊണ്ടാണ്? ഇവിടെ 2 സിം, 5 സിമ്മൊക്കെ ഉള്ള ആളുകളാണ്. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ ഏകദേശം 100, 150, 200, 250 രൂപ പരമാവധിയാണ് ആവശ്യം. ഇത് നിങ്ങൾ 15,000, 20,000, 25,000, 40,000, 50,000 കൊടുത്തിട്ട് ഇവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെയും ചില്ലിൻ്റെയും പുലയാട്ടുകൾ നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എയർ ടൈമിലൂടെയാണ് നമ്മൾ ഇത് കാണുന്നതും കേൾക്കുന്നതും. എന്താണ് ഇവർക്ക് ചെലവ്? എയർ ടൈം എന്ന് പറഞ്ഞാൽ, എയർ എന്ന് പറയുന്നത് വായു ആണെന്ന് സങ്കല്പിക്കുക. ഈ പുറമേ ഉള്ളത് തെമ്മാടി കമ്പനികളുടേതാണോ ഭാരതത്തിന്റെ വായു, അതോ ഭാരതീയൻ്റെതാണോ? ഈ ഭാരതീയന്റെ വായു എന്ന് പറയുന്നത്, ഭാരതത്തിലെ വായു എന്ന് പറയുന്നത് തെമ്മാടി കൂട്ടങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുന്നത് ആരാണ്? ഭാരതത്തിന്റെ വായു ഭാരതീയന് അവകാശപ്പെട്ടതല്ലേ? ഭാരതത്തിന്റെ ജലം ഭാരതീയന് അവകാശപ്പെട്ടതല്ലേ? ഭാരതത്തിലെ ഭൂമി ഭാരതീയന് അവകാശപ്പെട്ടതല്ലേ? രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഭാരതത്തിന്റെ വായു ഇതേപോലെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഉണ്ടായിരുന്നോ? ജലം കൂട്ടിക്കൊടുത്തിരുന്നോ? ഭൂമി കൂട്ടിക്കൊടുത്തിരുന്നോ? ഭാരതീയരെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഭാരത പ്രകൃതിയെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഭാരത പ്രകൃതിയിലെ പ്രകൃതി ഉൽപ്പന്നങ്ങളെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഇവിടെയുള്ള തൊഴിലാളികളെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഇവിടെയുള്ള സംസ്കാരത്തെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഇവിടെയുള്ള ജനതയെ കൂട്ടിക്കൊടുത്തിരുന്നോ? ഇല്ല. 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെയറിലെ കള്ള ഡെമോക്രസി എന്ന് പറയുന്ന തട്ടിപ്പ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഭാരതീയൻ പൂർണ്ണ രീതിയിൽ കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങിയത്. 1950 ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെയർ കഴിഞ്ഞ് ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നത് 2026 ആയപ്പോഴേക്കും കൊടുങ്കൊള്ളയായി. ഭാരതീയനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയൻ്റെ ധനമുള്ളൂ, ഭാരതീയന്റെ കയ്യിൽ മാത്രമേ ധനമുള്ളൂ. അത് എല്ലാ കൊള്ളക്കാരും, വെള്ളക്കാർ, അവർ കൊള്ളക്കാർ വന്ന് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പറയുന്നത് എന്താണ്? ഭാരതത്തിൽ ആളുകൾ പട്ടിണിയാണ്. കൊള്ളയടി കൊണ്ട് പട്ടിണി ആക്കപ്പെട്ടതാണ്. ഡെമോക്രസി എന്ന് പറയുന്ന തട്ടിപ്പ്, വഞ്ചന, കൊടും ഭീകരത കൊണ്ടുവന്ന് വെച്ചിട്ട് കൊള്ളയടിച്ചിട്ട് വരുത്തിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ധനം കൊള്ളയടിക്കുകയാണ്. എന്താണ് ഭാരതത്തിന്റെ ധനം? ഭാരതത്തിന്റെ ആദ്യത്തെ ധനം എന്ന് പറയുന്നത് ഭാരതീയരാണ്. പിന്നെ ഭാരതത്തിന്റെ പ്രകൃതിയാണ്, ഭാരതത്തിലെ ജലം, ഭാരതത്തിന്റെ വായു, ഭാരതത്തിലെ അന്തരീക്ഷം, ഇതൊക്കെ ഭാരതത്തിന്റെ സമ്പത്താണ്. ഭാരതീയരുടേതാണതെല്ലാം. അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെയർ 1950 മുതൽ കൂട്ടിക്കൊടുക്കപ്പെട്ടു. തട്ടിപ്പ്, പുലയാട്ട്, ക്രേസിനെസ്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രേസിനെസ്, ഡെമോക്രേസിയിലൂടെ 1950 മുതൽ കൂട്ടിക്കൊടുക്കപ്പെട്ടു. എന്നിട്ട് ഭാരതീയരോട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ തേർഡ് വേൾഡ് കൺട്രി, യു ആർ എ തേർഡ് വേൾഡ് കൺട്രി. ഭാരതത്തിന്റെ പേര് തട്ടിപ്പുകാർ മാറ്റിയിട്ട് അവര് ഇന്ത്യ ചത്തുപോകും, ഇന്ത്യ എന്നുള്ള പുലിയാട്ടാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, യു ആർ എ തേർഡ് വേൾഡ് കൺട്രി.
1940-40-41 ഉണ്ടായിരുന്ന കള്ളൻ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ കള്ളന്മാരുടെ ക്രൈം മിനിസ്റ്റർ ഭാരതീയരെ കുറിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. They eat like rabbits and breed like pigs. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ തന്തയില്ലാത്തവൻ പുലമ്പിയതാണ് ഭാരതീയരെ കുറിച്ച്. എന്ത്? ഭാരതീയരെ they eat like rabbits and breed like they eat like rabbits and breed like pigs. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പറഞ്ഞിട്ട് കുഴപ്പമില്ല. എന്തായാലും ചെറ്റത്തരാണ് പുലമ്പിയത്. നമ്മൾ ദരിദ്രരാണെന്ന് നമ്മൾക്ക് ബോധ്യം വരുത്തിച്ചു ഇവരെ. ഇഡക്കേഷനിലൂടെ, പുലയാട്ടുകളിലൂടെ, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റമായിട്ടുള്ള ഡെമോക്രസിയിലൂടെ ഒക്കെ നമ്മൾ ബിസിനസ്സിലൂടെ ഏതൊക്കെ തട്ടിപ്പുകൾ അവർക്കുണ്ട്, ഹിസ്റ്ററിയിലൂടെ. ഭാരതം പണ്ട് ഭയങ്കരമായിരുന്നു. എന്താ ഇപ്പം അല്ലേ? ഇപ്പം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കള്ളന്മാരുടെ കള്ള തെമ്മാടികളുടെ എല്ലാ കമ്പനികളും ഇവിടെ ഓരോ വസ്തുക്കൾ, പ്ലാസ്റ്റിക്കും കുപ്പിയും ചപ്പും ചവറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണവര്? ഇവിടെ മേടിക്കാൻ ആളുണ്ട്. 150 കോടി ധനാഢ്യരായിട്ടുള്ള ഭാരതീയരുണ്ട്. ഇവിടുത്തെ പിച്ചക്കാരൻ്റെ കയ്യിലടക്കം അവര് ഭാരതത്തിന്റെ വായു ഉപയോഗിച്ചിട്ട്, വായു കട്ട് കൂട്ടിക്കൊടുക്കപ്പെട്ട ഡെമോക്രസിയിലൂടെ കൂട്ടിക്കൊടുക്കപ്പെട്ട വായു ഉപയോഗിച്ചിട്ട് പിച്ചക്കാരനടക്കം അവര് ഡേറ്റ എന്ന് പറയുന്ന തൊടാൻ പറ്റാത്ത പുലിയാട്ടുകൾ വിറ്റു. അപ്പൊ പിച്ചക്കാരൻ ഇവിടെ സമ്പന്നനല്ലേ? ഈ കൊള്ളയടിക്കപ്പെടുന്ന ഇവരുടെ റേറ്റുകളിൽ 28 ദിവസമുള്ള 25 ദിവസമുള്ള മൊബൈൽ ഡേറ്റ പ്ലാൻ എന്ന് പറയുന്ന പുലിയാട്ടിൽ പിച്ചക്കാരനും 2 സിം എടുത്തു. 150 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കും ഗ്ലാസ്സും ഉള്ള 2 മൊബൈൽ ഫോണും വാങ്ങി. അതിൽ എല്ലാവരും എയർ ടൈം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ധനം ഉപയോഗിച്ചിട്ട് ഭാരതീയരനെ അവരൊക്കെ ഈ കള്ളന്മാർ, വെള്ളക്കാർ കൊള്ളയടിച്ചു. അപ്പൊ നിങ്ങൾക്കത് ഉപയോഗിക്കാതിരുന്നൂടെ? നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് ശരിയാണോ? തന്തയില്ലാത്ത കുറെ ഇന്ത്യക്കാര്, തന്തയില്ലാത്തവന്മാര് കുറച്ച് പേര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ഭാരതത്തിൽ വിൽക്കുന്ന സാധനങ്ങൾ ഭാരതീയര് വാങ്ങിക്കുകയോ ചവിട്ടി കോട്ടയിൽ ഇടുകയോ ചെയ്യും. അതിന് ഉദാഹരണം ഉണ്ടല്ലോ. ഭാരതത്തിലെ രാജാവ് റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പോയി. അപ്പൊ ഭാരതത്തിലെ രാജാവിനോട് കൊടുക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഭാരതത്തിൻ്റെ രാജാവ് വേറൊരു വഴിക്ക് റോൾസ് റോയ്സ് ഒരു 10-20 വാങ്ങി. കാരണം അന്നും ഭാരതം സമ്പന്നമാണ്, ഇന്നും ഭാരതം സമ്പന്നമാണ്. രാജാവ് വാങ്ങിയിട്ട് ചപ്പുചവറ് തൂക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചു. കാരണം നിങ്ങൾ ഇത്രയുള്ളോ, കള്ള വെള്ള ചെറ്റത്തമ്മാടികളെ നിങ്ങൾ ഇത്രയുള്ളോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തു? വളരെ ഭംഗിയായിട്ട് റോൾസ് റോയ്സ് ചവറ് തൂക്കിയിട്ട് കൊണ്ടുപോകാനുള്ള വണ്ടിയായിട്ട് ഉപയോഗിച്ചു. അതാണ് ഭാരതം. സമ്പന്നമാണ് ഭാരതം അന്നും ഇന്നും. പണ്ട് ഭാരതം സമ്പന്നമായിരുന്നു അല്ല. നിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് പണ്ട് ഭാരതം സമ്പന്നമായിരുന്നു. ഒരിക്കലുമല്ല. ഭാരതം പണ്ടും സമ്പന്നമായിരുന്നു, ഇന്നും സമ്പന്നമാണ്, നാളെയും സമ്പന്നമായിരിക്കും. ഇത് മനസ്സിലാക്കി ഉത്പന്നാധിഷ്ഠിതമായിട്ടുള്ള ഭാരതത്തിലെ ഭാരതീയരായിട്ടുള്ള ധനമായി സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഓരോ ഭാരതീയനും ശ്രമിക്കാൻ ജോൺസൺ സ്റ്റാർഗറ്റിന്റെ നിരീക്ഷണം എന്ന് പറയുന്ന ഈ പ്രത്യേക സംപ്രേക്ഷണം കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.